ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഹെൽത്തി പ്രോട്ടീൻ ഡ്രിങ്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്, മധുരമുള്ളതും മധുരമില്ലാത്തതും. അതിനായിട്ട് നമുക്ക് 1 കപ്പ് റോസ്റ്റഡ് ചണ ഡാലാണ് ആവശ്യമുള്ളത്. ഇത് ചില സ്ഥലങ്ങളിൽ ഇതിന് പൊരിക്കടല, പൊട്ടുകടല അങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ നമ്മൾ റോസ്റ്റഡ് ചണ ഡാൽ 1 കപ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ പംകിൻ സീഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തത് പൊടിയിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി തരിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇതൊന്ന് അരിച്ചുകൂടെ നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 പഴം അരിഞ്ഞു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പഴമാണോ കിട്ടുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ റോബസ്റ്റ പഴം മാത്രമേ കിട്ടാറുള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം ഹണി മാത്രം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി മധുരം വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളവർക്ക് ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 2-3 ഏലക്കയുടെ സീഡ് മാത്രം എടുത്തിട്ട് നമുക്ക് അതുകൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാനിപ്പോൾ പാല് തിളപ്പിച്ച ആറിയ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്കിതങ്ങ് ജ്യൂസാക്കി അടിച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് ഡേറ്റ്സ് 3-4 ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ കഴിക്കാൻ കിട്ടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതിലിട്ട് അഴിച്ചു കുടിക്കുകയും ചെയ്യും. ഇങ്ങനെ തയ്യാറാക്കി രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നിട്ട് വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ പേശികളുടെ ബലത്തിനൊക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറേ നേരത്തേക്ക് വിശപ്പ് തോന്നുകയില്ല. ഇപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണിത്. അതുപോലെ നമ്മുടെ ലിവറിൻ്റെയും ഹാർട്ടിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ നല്ലതാണിത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഈ ലിവർ ക്ലീൻ ചെയ്യുന്നതിനും വളരെ നല്ലതാണ്. മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ കടലയിൽ. അപ്പോൾ ഇത് വളരെ നല്ലതാണ്. ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഫേസിലൊക്കെ കടല മാവ് നമ്മൾ കൊണ്ട് പല ഫേസ് പാക്കുകൾ തയ്യാറാക്കാറുണ്ട്. അതുപോലെ ഇത് ശരീരത്തിൽ ഉള്ളിൽ കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതുകൂടിയാണ്. അപ്പോൾ സ്കിന്നിൻ്റെ സ്ട്രക്ചർ മെച്ചപ്പെടുത്താനും വളരെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന പ്രക്രിയയ്ക്ക് ഇത് വളരെ നല്ലതാണ്. ഡൈജഷൻ്റെ പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടും. അതും അപ്പോൾ മധുരമില്ലാത്ത രീതിയിൽ നമ്മളിത് തയ്യാറാക്കുന്നത് 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് ചണ പൗഡർ ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട്, നമ്മുടെ സാധാരണ സോൾട്ട് ടേസ്റ്റ് അനുസരിച്ച്, ഇതിലേക്ക് റോസ്റ്റഡ് ജീര പൗഡർ 1/2 ടീസ്പൂൺ, 1 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 പച്ചമുളക് ചതച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മുടെ കോറിയൻഡർ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുപോലെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഇതുകൊണ്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും തയ്യാറാക്കി കഴിച്ചു നോക്കൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.